ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മാവ് കൂട്ടുകൊണ്ട് തന്നെ 4 ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഉണ്ടാക്കുമ്പോഴും അരി കുതിർക്കുന്നത് മുതൽ ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള കുറേയധികം ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റിൽ സ്പോഞ്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ തട്ട് ദോശ ഉണ്ടാക്കി, നെയ് റോസ്റ്റ് ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ടിപ്സും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഈ ടിപ്സൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഞാൻ 3 ഐറ്റംസ് നൈറ്റിലും അതുപോലെ ഇഡ്ഡലി മോർണിംഗിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മോർണിംഗിലോ നൈറ്റിലോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഉഴുന്നുപരിപ്പാണ്. ഇത് ഞാൻ കുതിർത്ത് വെച്ചതാണ് ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്നിച്ച് കുതിർത്ത് വെച്ചതാണ്. നല്ല പോലെ തന്നെ വാഷ് ചെയ്തിട്ടാണ് കുതിർത്ത് വെച്ചത്. ഉഴുന്ന് കൂടുതൽ തവണ നമ്മൾ കഴുകിയാൽ മാവ് അരച്ച് വെക്കുമ്പോൾ അത് പൊന്തി വരാൻ വളരെ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ 3 പ്രാവശ്യം മാത്രം ഉഴുന്ന് കഴുകിയെടുത്താൽ മതി. ഇനി വേണ്ടത് 2 കപ്പ് പച്ചരിയാണ്. ഇതും 2 കപ്പ് പച്ചരി ഞാൻ കഴുകിയതാണ്. പച്ചരി 4-5 പ്രാവശ്യം കഴുകി ക്ലീനാക്കി തന്നെ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് ഉലുവ കുതിർത്തെടുക്കാം. നാലഞ്ച് മണിക്കൂർ കുതിർത്ത അരി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരിയൊക്കെ അളന്നെടുത്ത അതേ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കണം. അരിയുടെ കൂടെയാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത് അരക്കുമ്പോൾ. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒറ്റത്തവണയായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അരി 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. വലിയ മിക്സിയുടെ ജാറായതുകൊണ്ട് തന്നെ എനിക്ക് ചോറും അതുപോലെ തന്നെ 2 കപ്പ് പച്ചരിയും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. 1/4 കപ്പ് വെള്ളമാണ് നമുക്ക് പച്ചരി അരച്ചെടുക്കാനായിട്ട് മാത്രം ആവശ്യമായിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചെടുക്കുക. നമുക്ക് കൈകൊണ്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. മാത്രമല്ല ഇത് നല്ല പോലെ പൊന്തി വരേണ്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഞാൻ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് വൈകുന്നേരം 3:30-4 മണി ആ ഒരു ടൈമിലാണ്. ഇനി ഇത് ഞാൻ ചുട്ടെടുക്കുന്നത് 8 മണിക്കാണ്. അപ്പോൾ 4 മണിക്കൂർ മാത്രമാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. തട്ട് ദോശയും അതുപോലെ തന്നെ നെയ് റോസ്റ്റ്, പിന്നെ നമ്മുടെ സ്പോഞ്ച് സോഫ്റ്റ് ദോശയിലെ ആ ഒരു ദോശയും തയ്യാറാക്കാനായിട്ട് 4 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് മോർണിംഗിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മാവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് ഉപ്പാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് മാവിൻ്റെ പുളിപ്പൊക്കെ നോക്കി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് പിന്നെ നമ്മുടെ മാവ് രണ്ടും കൈവച്ച് തന്നെ നല്ല പോലെ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ വീഡിയോയിലായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഒരു 3 മിനിറ്റെങ്കിലും ഇത് കൈവച്ച് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ചൂടുള്ള ഭാഗത്ത് കൊണ്ടുവെക്കുക. ചൂടുള്ള പ്രദേശമൊന്നും അല്ലെങ്കിൽ നമ്മൾ ചോറ് വെച്ച അടുപ്പിൽ അതിൻ്റെ ചൂടിന് കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് നല്ല പോലെ വെട്ടിത്തിളപ്പിക്കാതെ അതിൻ്റെ ബബിൾസ് വരുന്ന ആ ഒരു ലെവലിൽ ചൂടാക്കിയിട്ട് നമ്മുടെ അരച്ച മാവിൻ്റെ പാത്രം അതിലേക്ക് വെക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്താലും മാവ് നല്ല പോലെ തന്നെ പൊന്തി വരുന്നതാണ്. ഈ ഒരു ടിപ്സ് രണ്ടും
ഉപയോഗിച്ചാണ് ഞാൻ 4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ല പോലെ പൊന്തി വരുന്ന ആ ഒരു ലെവലിലെത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം 4 മണിക്ക് അരച്ച് വെച്ച മാവ് നൈറ്റിൽ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഇതാ ചുടാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ പകുതി ഭാഗം മോർണിംഗിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എടുത്ത് മാറ്റുകയാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ദോശയും പിന്നെ നമ്മുടെ ദോശയും നെയ് റോസ്റ്റൊക്കെ ഇല്ലേ, അത് ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ചുട്ടെടുക്കാനായിട്ട് നോക്കുക. മാവ് പൊന്തി വന്നത് ഞാനിതാ ഒരു തവി കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. പുളിപ്പ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും പുളിപ്പ് ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് മോർണിംഗിൽ പുളിപ്പുള്ള ഇഡ്ഡലിയാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബാക്കി ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള മാവ് കോരി മാറ്റുന്നുണ്ട്. ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ അളവിലുള്ള വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കോരി മാറ്റുന്നില്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കൂട്ട് വെച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് 4 ഐറ്റം ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ്. പിന്നെ മോർണിംഗിൽ ഇഡ്ഡലി ആവശ്യമുണ്ടെങ്കിൽ നൈറ്റിൽ ഈ ഒരു റെസിപ്പി തന്നെ, ഈ ഒരു ദോശ റെസിപ്പി തന്നെയായിരിക്കും. കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ഇത് ചുട്ടെടുക്കാം. തട്ട് ദോശയാണ് ഞാൻ ഫസ്റ്റിലായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നോൺ സ്റ്റിക്ക് പാനിലല്ലെങ്കിൽ ഇരുമ്പ് ദോശ തവയുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ്. ഒരു തവി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. സൈഡ് കൂടുതൽ പരത്താതെ സെൻട്രൽ ഭാഗം നല്ല പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. മാവൊന്ന് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ സൈഡിലും സെൻട്രലൊക്കെ ആയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെക്കുകയും വേണ്ട, തിരിച്ചിട്ട് കൊടുക്കുകയും വേണ്ട. സെൻറ്റർ ഭാഗം ഓയിലാക്കി കൊടുത്ത് അത് മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരുവം. ഒരു 4-5 ദോശ ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സ്പോഞ്ച് ദോശ നമ്മുടെ ചുട്ടെടുക്കുന്നത് കാണാം. അതിനായിട്ട് ഇതാ ഒരു തവി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അധികം പരത്തി കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ മാത്രം ഒന്ന് തവി കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. മാവ് മുഴുവനായിട്ടും വെന്ത് വന്നാൽ നമുക്ക് അപ്പം എടുത്ത് മാറ്റാം. ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സോഫ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള ദോശയും ഞാനൊരു 4-5 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വലിയൊരു തവയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ തവ ഇല്ലാത്തവർ ചെറിയ ഫ്രൈ പാനിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1.5 തവി മാവ് ഞാൻ കോരി ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. എത്ര നൈസായിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം മുഴുവനായിട്ടും ഇതിലേക്ക് ഗീയോ നിങ്ങൾക്ക് ഗീയാണോ ഓയിലാണോ ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതൊന്ന് സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത് നല്ല മൊരിഞ്ഞ ലെവലിലായി കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി മാറ്റിയെടുക്കുക. നമ്മുടെ ഗീ റോസ്റ്റും ഇവിടെ മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. അതും ഞാൻ എടുത്തു മാറ്റുകയാണ്. ഗീ റോസ്റ്റും ഞാനൊരു 3 ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റിലെ പരിപാടി ഏതായാലും കഴിഞ്ഞു. ഗീ റോസ്റ്റും കൂടി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ
ബാക്കിയുള്ള മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പുളിയില്ലാണ്ട് ഇഡ്ഡലി തിന്നാൻ ഇഷ്ടമുള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാവ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി മോർണിംഗിൽ അതെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ മോർണിംഗിൽ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മാവൊക്കെ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി തട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഇഡ്ഡലി തട്ടും ഒന്നിച്ച് ചെയ്യാറില്ല. അതിൽ വെള്ളം ആവി വരുമ്പോൾ താഴ്ഭാഗത്ത് വെക്കുന്ന ഇഡ്ഡലി തട്ടിൽ വെള്ളം സ്പ്രെഡായിട്ട് ഇഡ്ഡലി ആകെ വെറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി നമുക്ക് തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇളക്കി കിട്ടാനായിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇഡ്ഡലി ഏകദേശം ഇഡ്ഡലി വെന്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം, ഇഡ്ഡലി തട്ടിൽ വെള്ളം കയറാത്ത വിധത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് തണുത്ത് കഴിഞ്ഞാൽ എടുക്കുക. തണുത്താൽ മാത്രം പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ടാണ് വെള്ളത്തിൽ വെക്കുന്നത്. നമുക്ക് ആ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ വെച്ച് തന്നെ ഇളക്കി മാറ്റാനും പറ്റും. ഈ ഒരു 3 ടിപ്സ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിലൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഡ്ഡലി പ്ലേറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് കുറച്ച് ഒരു ഫ്ലാറ്റായ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുക. അത് നമ്മൾ ഇഡ്ഡലി തട്ട് ഇറക്കി വെക്കുക. കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തണുത്ത് കിട്ടിയിട്ട് ഇഡ്ഡലി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വരെ ഈ ഒരു ടിപ്സും അരിയുടെ കൂട്ടൊക്കെ കറക്റ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോവുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.